മലപ്പുറത്ത് ലഹരി മാഫിയയെക്കുറിച്ച് തുറന്നു പറഞ്ഞ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. വളാഞ്ചേരി സ്വദേശി നിസാമിനാണ് ലഹരി മാഫിയയുടെ മർദ്ദനമേറ്റത്. അതേസമയം ലീസിന് കൊടുത്ത വാഹനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് മറുവാദം. കഴിഞ്ഞയാഴ്ചയാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് നിസാം സമൂഹമാധ്യമത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത്. ലഹരി മാഫിയയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും സ്വന്തം അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയതിനാണ് യുവാവിന് മാഫിയയുടെ ക്രൂരമർദ്ദനമേറ്റത്. നാട്ടുകാരൻ കൂടിയായ അൻസാറാണ് മർദ്ദിച്ചതെന്നാണ് നിസാം പറയുന്നത്. മാധ്യമങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലിനെക്കുറിച്ച് പരാമർശിച്ചായിരുന്നു മർദ്ദനമെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും നിസാം പറഞ്ഞു. മർദ്ദനത്തിൽ നിസാമിന്റെ കൈക്കും കഴുത്തിനും പരിക്കേറ്റിട്ടുണ്ട്. സംസാരിച്ച് കൈയൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, എൻ്റെ അനിയൻ സിദ്ദീഖിനെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അവന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു, ഈ എന്തിനാ ഓനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഓനെ പറ്റി പറഞ്ഞില്ല, അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനവൻ എന്നെ അടിച്ച് കാരണം അത്യാവശ്യം എന്നെ അടിച്ച്. അവൻ്റെ അരയിൽ കമ്പി ഉണ്ടായിരുന്നു. കമ്പി എടുത്തിട്ട് തലക്കൊരു അടിച്ച് കൈയിനടിച്ച്. പിന്നെ ഞാൻ അവിടെ നിന്ന് വീണപ്പോൾ എൻ്റെ കഴുത്തിൽ അവൻ ഷൂ കൊണ്ട് ചവിട്ടി. പിന്നെ അവൻ്റെ കയ്യിലത് ചായ കൊണ്ട് നെഞ്ഞത്ത് കുത്തി. അങ്ങനെ അത് ഇതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞിട്ട് കാര്യം എന്നെ എൻ്റെ അനിയൻ്റെ കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ അന്നെ ഞാൻ ജീവിക്കാൻ അയക്കൂല, അന്നെ ഞാൻ കൊല്ലും. ലഹരി മാഫിയ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായും നിസാം പറയുന്നു. അതേസമയം ലഹരി മാഫിയയോ വെളിപ്പെടുത്തലോ അല്ല മർദ്ദനത്തിന് കാരണമെന്നാണ് നിസാമിന്റെ പരാതിയിൽ ആരോപണ വിധേയനായ അൻസാർ പറയുന്നത്. സുഹൃത്ത് വഴി നിസാമിന് തന്റെ വാഹനം അൻസാർ ലീസിന് നൽകിയിരുന്നു. എന്നാൽ വാഹനം പോലീസ് പിടിച്ചതോടെ നിസാമിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഹാജരായില്ല. ഇതേ തുടർന്നുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചതെന്നാണ് അൻസാറിന്റെ വാദം. MDMA ലഹരിക്ക് അടിമയായിരുന്നു നിസാം. പിന്നീട് അതിൽ നിന്നെല്ലാം മുക്തനായ ശേഷം കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങളോട് ലഹരി ഉപയോഗത്തെക്കുറിച്ചും ലഹരി മാഫിയയെക്കുറിച്ചും വെളിപ്പെടുത്തിയിരുന്നു. ഇതുവഴിയാണ് നിസാം വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയായത്. ന്യൂസ് മലയാളം, മലപ്പുറം.